ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഇരിക്കുന്നത് മനസ്സിലായല്ലോ, നമ്മുടെ ടെറസ്. കുറേ ദിവസമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് മൺഡേ മോട്ടിവേഷൻ കൂടാണ്ട് ഇന്ന് ഒരു പുതുവർഷ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം January 1st, 2024. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരു ഓസ്പീഷ്യസ് ഡേ ആയിട്ട് എനിക്ക് തോന്നുന്നു. ന്യൂ ഇയർ ഈ ദിവസം തന്നെ നമ്മുടെ മൺഡേ ആയിട്ട് വരുന്നു. മൺഡേ നമ്മുടെ മോട്ടിവേഷൻ ഡേ ആയിട്ട് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ മോട്ടിവേഷൻ വീഡിയോ ഞാൻ മിസ് ചെയ്യേണ്ട വിചാരിച്ചു. കുറച്ച് ഓപ്പൺ തോട്ട്സ്. സാധാരണയായിട്ട് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത്? കുറേ റെസൊല്യൂഷൻസ് എടുക്കുമല്ലേ, നമ്മളത് ചെയ്യാം ഇത് ചെയ്യാം, കുറേ പ്രതിജ്ഞകൾ എടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ പ്രതിജ്ഞകൾ എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലിങ്ങനെ വിചാരിക്കുക. അതുകൂടി ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ഡിസ്ക്ലെയിമർ പോലെ വേണമെങ്കിൽ ആദ്യം പറയാം. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഏറ്റവും എളുപ്പമുള്ള ജോലി എന്ന് പറഞ്ഞാൽ അഡ്വൈസസ് കൊടുക്കുക, പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ പ്രീച്ച് ചെയ്യുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ശരിക്കുമുള്ള ഒരു നയം. പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ മോട്ടിവേഷൻ ഞാൻ ഇത്രയും പ്രസക്തമായൊരു കാര്യമായിട്ട് കാണുന്നത്. നിങ്ങളിൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, കുറേ ദിവസമല്ലേ ചേച്ചി ടെറസിലൊക്കെ കയറിയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം പിന്നിലായിട്ട് കാണാം. ഇപ്പോൾ ഒരു മരം ആ ഭാഗത്ത് കുറച്ച് ഹൈറ്റിൽ വന്നതുകൊണ്ട് ഗോപുരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെ കാണുന്നുണ്ട് ഉള്ളൂ. അമ്മയുള്ളത്തെ ഭാഗമൊക്കെ കുറച്ചുകൂടി വിസിബിൾ ആയിരുന്നു. പക്ഷേ ആ മരത്തിൻ്റെ ചില്ലകൾ ഒരു പക്ഷേ മുറിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു വ്യൂ കിട്ടുമായിരുന്നു. എനിവേ, പക്ഷേ ഇപ്പോൾ വൈകുന്നേരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു 5:20 ഇവിടെ എത്തി. ഇപ്പോൾ ഒരു 5:30 ആയെന്ന് തോന്നുന്നു. പക്ഷേ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്. ഇപ്പോൾ സൂര്യൻ ആ സൈഡിലേക്ക് ഇങ്ങനെ താന്നു തോന്നും. പക്ഷെ പെട്ടെന്നാണ് സൺസെറ്റ് വരുന്നത്. ഒരു 6 മണിയാകുമ്പോൾ നേരെ ഇരുട്ടും. അപ്പോൾ ലൈറ്റ് മങ്ങുന്നതിന് മുമ്പേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയണമെന്ന് തോന്നി. കാര്യം ഇതിപ്പോൾ നല്ല നമ്മുടെ ഈ ടെറസ് കിച്ചൻ്റെ ചേർന്നിരിക്കുന്നതാണ് ടെറസ് ഗാർഡനാണിപ്പോൾ. ഇവിടെ കുറച്ച് ചെടികളൊക്കെ കാര്യമായിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പിന്നെ അലോവേറയൊക്കെ കണ്ടീഷനാണ്, നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇരുന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, കുറേ പോയിൻറ്റ്സ് ഞാൻ പറയാം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമ്മളൊരു റെസൊല്യൂഷൻ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഒരു പ്രതിജ്ഞയായിട്ട് എടുക്കുക. പറ്റാത്ത കാര്യങ്ങൾ കയറി ഏൽക്കുന്നതിൽ അർത്ഥമുണ്ടോ? നമ്മളിങ്ങനെ നമ്മളത് ചെയ്യാം ഇത് ചെയ്യാമെന്നൊക്കെ പറയും. നമ്മൾ ഇന്നോട്ട് അത് ചെയ്യും, ഇന്നോട്ട് ഇത് ചെയ്യും, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന ആദ്യത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ 2-3 പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോരുത്തരും അവരവർക്ക് വേണ്ടി ജീവിക്കുക. ദാറ്റ്സ് എ ഫസ്റ്റ് പോയിൻറ്റ്. അവനവന് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാൻ പറ്റുക. ഇപ്പോൾ നമ്മളൊരു ഫ്ലൈറ്റിൽ പോകുമ്പോൾ ആണെങ്കിൽ നമുക്കിങ്ങനെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുമ്പോൾ എപ്പോഴും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ സീറ്റ് ബെൽറ്റ് അല്ല എമർജൻസിയൊക്കെ വരികയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ്റെ ഇത് കൊടുക്കുന്നതിന് മുന്നേ അതായത് പാരൻസ് ആദ്യം ഓക്സിജൻ മാസ്ക് വയ്ക്കുക, എന്നിട്ട് കുഞ്ഞുങ്ങളെ അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ പറയില്ല. അതുപോലെ നമ്മളെ സേഫാക്കി വയ്ക്കുക, ഏറ്റവും നന്നായിട്ട് നമ്മളെ പരിപാലിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുള്ളൂ, കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കെല്ലാം. അപ്പോൾ ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ, ശരിയല്ലേ? ആളില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഏത് പ്രായത്തിലും അത് തുടങ്ങാം. കാര്യം നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അൾട്ടിമേറ്റ്ലി ഫൈനലി നമ്മൾ മാത്രമേ കാണുള്ളൂ. നമ്മുടെ ഒരു ജീവിതയാത്രയിൽ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒരു ട്രാൻസിഷൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ചെറിയ പ്രായം തൊട്ട് ഇങ്ങനെ മാറി മാറി വിവാഹം, അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ പരിപാലനം, അത് കഴിഞ്ഞ് അവരെയെല്ലാം കെട്ടിച്ചു വിടുന്നു. അവരുടെ കൊച്ചുമക്കളാകുമ്പോൾ അവരെ നമ്മൾ പരിപാലിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും അവരവരുടെ യൂണിറ്റ്സ് ആയിട്ട് പോകുന്നു. പിന്നെ നമ്മുടെ ഓൾഡ് ഏജിലേക്ക് നമ്മൾ മിഡിൽ ഏജ്, പിന്നെ ഒരു ഓൾഡ് ഏജ് ക്രൈസിസിലേക്കൊക്കെ പോകുന്ന കുറേ പേരുണ്ട്. അപ്പോൾ നമ്മളെ തന്നെ സേഫാക്കി വയ്ക്കുക. ആ ഒരു കാലഘട്ടവും മനസ്സിൽ കാണുക. ആരുമില്ലാതെ നമ്മൾ മാത്രമായി വരുന്ന ഒരു പക്ഷേ പാർട്ട്ണർ പോലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഐതറോ ഭാര്യയാകാം ഭർത്താവാകാം, എല്ലാവരും ഒന്നിച്ചല്ലല്ലോ മരിക്കുന്നത്. ഹസ്ബൻഡും വൈഫും ഒന്നിച്ച് മരിക്കുന്നത് വളരെ അപൂർവമാണ്. ആരെങ്കിലും ഒരാൾ ആദ്യം പോകും, മറ്റേ ആൾ ഒറ്റയ്ക്കാകും. ഒന്നുകിൽ കുട്ടികളുടെ വീട്ടിൽ പോയി നിൽക്കണം, അല്ലെങ്കിൽ കുട്ടികൾ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കണം. എങ്കിലും നമ്മളുടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് കൂടെ അത്രയും കാലം ഉണ്ടായിരുന്ന ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള മുന്നോട്ടുള്ള ജീവിതം ഇതെല്ലാം മനസ്സിൽ കാണുക. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മളൊരു ദീർഘകാലമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കണം. ദാറ്റ് ഈസ് ഒരു ലോങ് ടേം പ്ലാൻ ആയിരിക്കണം. നമ്മൾ അന്നേരം ജീവിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളെ തന്നെ നോക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മാറ്റി വയ്ക്കരുത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആരോഗ്യമുള്ള സമയത്ത് ചെയ്തു തീർക്കുക. എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ചെയ്തു തീർക്കുക. അതിന് എഗൻസ്റ്റായിട്ട് ഒരുപാട് ഓഡ്സ് ഉണ്ടാകാം.
സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാണ്ടിരിക്കാം, അങ്ങനെയാകാം ഇങ്ങനെയാകാം, പല എതിർപ്പുകളും പല സ്ഥലത്തു നിന്നുണ്ടാകാം, സമൂഹത്തിനെ പേടിക്കണം, പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പഠിക്കുന്നത് വീട്ടുകാരെ പേടിച്ചിട്ടുമല്ല, സമൂഹത്തിനെ പേടിച്ചിട്ടാണ്. സമൂഹത്തിനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാര്യം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മറക്കും. പുതിയ കാര്യം കിട്ടുമ്പോൾ അവരതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ നമ്മൾ ചെയ്യാണ്ട് മാറി നിന്നാൽ, നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി വെച്ചാൽ പിന്നെ ആര് ചെയ്യും? സമൂഹത്തിനെ ഓർമ്മിച്ച് ചെയ്യാതെ പിന്നെ സമൂഹം ഇതൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. നമ്മുടെ നഷ്ടങ്ങൾ നമുക്ക് മാത്രമായിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്ന പേഴ്സണൽ ഹൈജീൻ തൊട്ട് തുടങ്ങുന്നു ഓരോ കാര്യങ്ങളും. അപ്പോൾ ഒരു കുഞ്ഞുനാൾ തൊട്ടുള്ളൊരു ഹൈജീൻ നമ്മൾ ഒരു ചിട്ടയോടുകൂടി കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുത്ത് അത് തന്നെ നമ്മൾ ശീലിച്ച് വന്നാൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാകും. കുളിക്കുന്ന കാര്യത്തിൽ, പല്ല് തേക്കുന്ന കാര്യത്തിൽ എല്ലാം പേഴ്സണൽ ഹൈജീൻ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതോടൊപ്പം ഭക്ഷണ കാര്യങ്ങൾ, അത് നമ്മുടെ വേറെ ആ ഒരു ഗ്രൂമിങ്ങിൻ്റെ കാര്യങ്ങൾ, സ്വന്തമായിട്ടൊരു അപ്കീപ്പ്, സമൂഹം അടിച്ചേൽപ്പിച്ച കുറേ കണ്ടീഷൻസ്, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഈ ഏജ് ഗ്രൂപ്പിന് ഇതേ ചെയ്യാവുള്ളൂ, മറ്റേ ഏജ് ഗ്രൂപ്പിന് അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കണം. അവരെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളുടെ ആരോഗ്യമാണ് പരമപ്രധാനം. അപ്പോൾ നമുക്ക് ഹെൽത്തി ആണെങ്കിൽ, നമുക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ എന്ത് കാര്യവും ചെയ്യാം. എന്താണ് ആഗ്രഹിക്കുന്നത് ആ കാര്യം ചെയ്യാം. പിന്നെ എന്തും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു താല്പര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം, അതുകൊണ്ട് ചെയ്യണം എന്നല്ല, അങ്ങനെ വേണ്ട. നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. നമ്മളുടെ താല്പര്യം എന്താണോ അത് ഫോളോ ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു എല്ലാവരും ചെയ്യേണ്ട കാര്യമാണെന്ന് തന്നെ ഞാൻ പറയുന്നത്. ആഗ്രഹിക്കുന്നത് എന്താണോ അത് ചെയ്യുക. വീട്ടിലിരിക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോളൂ. പുറത്ത് പോകാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ ഒരുങ്ങാൻ ഇഷ്ടമുള്ളവർ ഒരുങ്ങാൻ ഇഷ്ടമില്ലാത്തവർ ഒരുങ്ങണമെന്നില്ല. അപ്പോൾ വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ്, യു ഫോളോ ദാറ്റ്, അത്രേ ഉള്ളൂ. മറ്റുള്ളവരുടെ വാക്കുകളൊന്നും അല്ല കേൾക്കണ്ട. അപ്പോൾ സെൽഫായിട്ട് ലവ് ചെയ്യുക, നമ്മൾക്ക് വേണ്ടി ജീവിക്കുക, അതാണ് ആദ്യത്തെ കാര്യം. അവനവന് വേണ്ടി ജീവിക്കുക. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇനി അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിക്കോട്ടെ. ഒരു ദൃഢപ്രതിജ്ഞ എടുക്കാം, അല്ലേ? ഇന്ന് തൊട്ട് ഇങ്ങനെ ചെയ്യാം, ഈ വർഷം മുതൽ 2024 മുതൽ എന്ന് പറയാം. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, സെക്കൻഡ് പോയിൻറ്റ്, നമ്മൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴും ചുറ്റുമുള്ളവരെ മറക്കരുത്. ചുറ്റുമുള്ളവരെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റണം എന്നില്ല. നമ്മൾക്ക് ചുറ്റും നമുക്ക് പറ്റുന്ന, നമുക്ക് അറിയുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഒരു ഫാമിലി ഒന്നിൽ കൂടുതൽ ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ വരുമാനത്തിൽ നിന്നും ഒരു ചെറിയ ശതമാനം മാറ്റിവെക്കുക. എല്ലാ മാസവും ആ ഒരു കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. ഭക്ഷണ കാര്യത്തിൻ്റെ രീതിയിലാവാം, പൈസയായിട്ട് കൊടുക്കണമെന്നില്ല, സാധനങ്ങളായിട്ട് വാങ്ങിക്കൊടുക്കാം, അതല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ രൂപത്തിലാകാം. എങ്ങനെയാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മളൊരാളെ സഹായിക്കുന്നു. നമ്മൾ ആയിരക്കണക്കിന് രൂപ ഒരു മാസം ചിലവാക്കുമ്പോൾ നമ്മളൊരു മാസം ഒരു 50,000 രൂപയുടെ എക്സ്പെൻഡിച്ചർ ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ 25,000 അല്ലെങ്കിൽ 30,000 ആയിരിക്കാം. അതിൻ്റെ ഒരു 5% ഒരു എത്രയെങ്കിലും നിങ്ങളുടെ ഒരു മനസ്സിനനുസരിച്ചിട്ട് ഒരു 10,000-2,000 രൂപയെങ്കിലും ഒരു മാസം മാറ്റി വയ്ക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതായിരിക്കും. ഏറ്റവും ചെറിയ എമൗണ്ടിൽ നിന്ന് തുടങ്ങാം. 500 രൂപയായാലും കുഴപ്പമില്ല. 500 to 1000, 1500 or 2000 നിങ്ങളുടെ വരുമാനത്തിൻ്റെ സ്രോതസ് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ സഹായിക്കാം. അപ്പോൾ അതാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. രണ്ടാമത്തെ കാര്യത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തു പറയുന്നത് വൃദ്ധജനങ്ങളുടെ കാര്യവും ചെറിയ കുട്ടികളുടെ കാര്യം, അനാഥരാക്കപ്പെട്ട കുട്ടികളും മക്കൾ ഉപേക്ഷിച്ച് പോയ പ്രായമായ ആൾക്കാരെയും സ്പെഷ്യൽ കെയർ കൊടുക്കണം. സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള ആൾക്കാരാണ് അവരെല്ലാം. അവരോട് ഒരു പ്രത്യേക അനുകമ്പ വേണം. പിന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് സഹായിച്ചാൽ നല്ലതായിരിക്കും. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. അതിനൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ ഒരുപാട് നോൺ വെജും ഓയിലി ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കുന്ന ഒരാൾ തന്നെയാണ്. ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടാകും. പക്ഷേ അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കേരള വിഭവങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തെ വിഭവമൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ ചെയ്ത് കാണിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അത് കഴിക്കണമോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. പിന്നെ അതിൽ തന്നെ ഓയിലിൻ്റെ കണ്ടൻറ്റ് എത്രയും കുറച്ച് ഉപയോഗിക്കാമോ അത്രയും കുറച്ച് ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാമല്ലോ. നിങ്ങൾക്ക് തീരുമാനിക്കാം ഓയിൽ ലെസ് ഓർ ഓയിൽ മോർ, അങ്ങനെ ഏത് ഓയിൽ ഉപയോഗിക്കണം. ഹെൽത്തി ഓയിൽ ഉപയോഗിക്കണോ, അതല്ല അത്രയും ഹെൽത്തി അല്ലാത്ത ഓയിൽ ഉപയോഗിക്കണോ, അങ്ങനെയൊക്കെ അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ജനറലി ഇപ്പോൾ മില്ലറ്റ്സിൻ്റെ ഇയറും കൂടിയാണിത്. മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ചെറുധാന്യങ്ങൾ. അപ്പോൾ അത്തരം മില്ലറ്റ്സ് നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമാക്കിയാൽ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മാറിക്കിട്ടും. കാര്യം ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ഒരു ആരോഗ്യം ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ. അപ്പോൾ ഏതൊരു അസുഖത്തിൻ്റെയും അടിസ്ഥാനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. അപ്പോൾ അതിലേക്കൊരു ഫോക്കസ് കൊടുക്കുക. ഞാനിപ്പോൾ നമ്മുടെ LN വ്ളോഗ്സിൽ തീർച്ചയായിട്ടും ഡയറ്റിന് പറ്റിയ ഇതുപോലെ നമ്മൾ ഹെൽത്തി ആയിട്ടൊരു ഡയറ്റിന് വേണ്ടിയിട്ട് ഒരാഴ്ചത്തെ ഡയറ്റ്, മൺഡേ ടു സൺഡേ
ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ചിട്ട് ആ വിഭവങ്ങളും ഉണ്ടാക്കി കാണിച്ചു തരുന്നതാണ്. അത് ഞാൻ എടുത്ത ഒരു ഡിസിഷനാണ് കേട്ടോ, എൻ്റെ ഒരു റെസൊല്യൂഷനാണ് ന്യൂ ഇയറിൻ്റെ. തീർച്ചയായിട്ടും LN വ്ളോഗ്സിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതെൻ്റെ ഒരു ഓബ്ലിഗേഷനാണ്, ഞാൻ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി അങ്ങനത്തെ മില്ലറ്റ്സ് വെച്ചിട്ടുള്ള വിഭവങ്ങൾ, പിന്നെ ഡയറ്റിന് പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇഡ്ഡലി ദോശ അങ്ങനത്തെ മില്ലറ്റ്സ് വെച്ചിട്ട് ഉപമാവൊക്കെ ചെയ്തു. പക്ഷേ ഒരു പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ ടൈം ടേബിൾ വെച്ചിട്ട് ഒരു ദിവസത്തെ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വർക്കിലാണ് ഞാൻ. തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നുണ്ടാവും ഈ വർഷം 2024. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ, ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ഭക്ഷണ രീതിയുടെ കാര്യത്തിൽ. നമ്മൾ ആവശ്യമില്ലാതെ വലിച്ചു വാരി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിലൊരു റെഗുലേഷൻ കൊണ്ടുവരിക. ഒന്നും ആഗ്രഹങ്ങൾ മാറ്റി വയ്ക്കണമെന്ന് ഞാൻ പറയില്ല, അത് ആഴ്ചയിൽ ഒരിക്കലാകാം. കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആകണമെന്ന് ഞാൻ പറയില്ല. നോൺ വെജ് കഴിച്ച് ശീലിച്ചവർക്ക് നോൺ വെജ് കഴിച്ചേ പറ്റുള്ളൂ. അതിന് രീതികളുണ്ട്, ഉണ്ടാക്കുന്ന രീതി, കഴിക്കുന്നതിൻ്റെ ഒരു മിതത്വം, അത്തരം കാര്യങ്ങൾ. നമുക്ക് ചീറ്റ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് അങ്ങനത്തെ ഫുഡും കഴിക്കാമല്ലോ. അതൊന്നും വലിയ പ്രശ്നമല്ല. നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ജീവിച്ച് തീരുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാതെ പോയി എന്ന് പറയുമ്പോൾ അതൊരു സങ്കടമാണ്. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചാൽ നല്ലത് മീൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫാൻറ്റസിയിലുള്ള അങ്ങനത്തെ ആഗ്രഹിക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കഴിക്കണം. എങ്കിലും നമ്മൾ കുറച്ചുകൂടി ഒരു ഹെൽത്തി വേർഷൻ ഫോക്കസ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ള മൂന്നാമത്. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കുടുംബത്തിനെ നോക്കാനാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. ഫിസിക്കലി ഹെൽത്തി ആൻഡ് ഫിറ്റ് ആണെങ്കിൽ മാത്രമേ മെൻ്റലായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഹെൽത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ മനസ്സിനെയും അതുപോലെ തന്നെ സന്തോഷിപ്പിച്ച് വയ്ക്കണം എന്നെങ്കിൽ ഫിസിക്കലി നമ്മൾ വളരെ ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പറയില്ലേ, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു വേദന ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മുടെ ശ്രദ്ധയും ചിന്തകളും എല്ലാം അതിലേക്ക് കോൺസെൻട്രേറ്റഡ് ആകും. നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനൊന്നും സമയം കാണില്ല. ഇപ്പോൾ ഒരു വലിയ വേദന ആണെങ്കിൽ പോലും നമ്മൾ പിന്നെ എപ്പോഴും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കില്ലേ. അത് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, അയ്യോ വേദന. അതുപോലെ വയറുവേദന ആണെങ്കിലും അങ്ങനെ, തലവേദന ആണെങ്കിലും അങ്ങനെ. ഇതൊന്നും അല്ല, പെർമനൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ്. കാലുവേദന, നടുവേദന, കുറുക്ക് വേദന, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. പിന്നെ മേജറായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിപ്പം എന്താ പറയുക, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ പ്രഷറുള്ള ആൾക്കാർ, ഞാൻ എല്ലാവരെയും കൂടി ചേർത്ത് തന്നെയാണ് പറയുന്നത്. പിന്നെ കൊളസ്ട്രോളുള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ എന്തൊക്കെ അസുഖമുണ്ടോ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്താണോ നോക്കിയിട്ട് ആഹാരത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. കുറച്ച് ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. പിന്നെ എക്സസൈസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, അപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗത്ത് എക്സസൈസ് പറയുകയാണ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജിമ്മിൽ പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ രാവിലെ തന്നെ ഓടാനും നടക്കാനും ഒക്കെ പോകണം എന്ന് പറയുന്നതിൽ ഞാനത് അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല. കാര്യം ചിലർക്ക് രാവിലെ എഴുന്നേറ്റ് ഇതൊന്നും ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. രാവിലെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകുന്ന തിരക്കിലൊക്കെ. അപ്പോൾ പിന്നെന്താ പറയുക, ഓട്ടം, ചാട്ടം, ഇതൊക്കെ വൈകുന്നേരങ്ങളിലും ചെയ്യാം. ബ്രിസ്ക് വാക്കിംഗ് ആണെങ്കിലും വൈകുന്നേരം ഒരു സാധാരണ ഒരു ഈവനിങ് വാക്കാണെങ്കിലും, വൈകുന്നേരം നമ്മൾ പറഞ്ഞില്ല ഈവനിങ് വാക്കെന്ന്, അന്നത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഈവനിങ് വേണമെങ്കിൽ നടന്നാലും മതി. ഒരു അരമണിക്കൂർ നടക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് വന്ന് റിലാക്സ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതുവരെയുള്ള എനർജി എല്ലാം പോയി കഴിഞ്ഞു. നമ്മൾ ആ നടത്തയോടുകൂടി ഡ്രെയിൻഡ് ഔട്ടായി. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ഉറങ്ങുമ്പോൾ നമ്മളൊന്ന് നല്ല ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ റിജുവിനേറ്റഡ് ആകുകയാണ്. രാത്രി മുഴുവൻ നമുക്കൊരു എനർജി തിരിച്ച് കിട്ടുകയാണ്. നമുക്ക് സ്റ്റോർ ചെയ്യാണ് നമ്മുടെ എനർജി, പോയ എനർജി എല്ലാം നമ്മൾ തിരിച്ച് കിട്ടും. നമ്മൾ റിജുവിനേറ്റഡ് ആകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും നമ്മൾ ഫ്രഷായിട്ട് ആ ദിവസത്തേക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പോടുകൂടി ഇറങ്ങുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ പാറ്റേൺ നിങ്ങൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ്. അപ്പം ആവശ്യത്തിന് ഉറക്കം നിർബന്ധമാണ്. എനിക്കതൊന്നും നടക്കുന്നില്ല കേട്ടോ. ആ കാര്യത്തിൽ ഞാൻ ബാക്കിലാണ്. ഉറക്കം 6 മണിക്കൂറൊന്നും കിട്ടാറില്ല. പക്ഷേ 8 hours ഉറങ്ങിയാൽ നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഉറങ്ങുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക, വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളും നല്ല ശുദ്ധമായ വായു ശ്വസിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിൽ ഒരുപാട് ടെൻഷൻസും വിഷമങ്ങളും ടെൻസ്ഡായിട്ടിരിക്കുമ്പോൾ ആൽമരമുള്ള ഏതെങ്കിലും ഭാഗം കണ്ടെത്തി വയ്ക്കുക, വീടിനടുത്ത് എവിടെയെങ്കിലും. അപ്പോൾ ആൽമരമുള്ള ഭാഗത്ത് പോയിട്ട് ഒരാലിൻ്റെ ചോട്ടിൽ ഒരു അരമണിക്കൂർ ഇരുന്നാൽ മതി. നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര ഫ്രഷ് ആവും. കാര്യം നിറച്ച് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ചിട്ട് നമ്മൾ വളരെ ഹാപ്പി ആവും. അപ്പോൾ അങ്ങനെയുള്ള സറൗണ്ടിങ്സിൽ പോയി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ആക്കണ്ട, എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ നല്ല നല്ല സ്ഥലങ്ങളിലേക്ക്, ഇപ്പോൾ ബീച്ചാകാം, പാർക്കാവാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ പോയിരുന്നാലും മതി. നിങ്ങൾക്ക് സിറ്റിയിൽ എന്ത് കിട്ടുമോ അത്, ഒരു ഓപ്പൺ എയർ. ഇപ്പോൾ ഞാനിപ്പോൾ ടെറസിൽ വന്നിരിക്കുന്നു. ഇറ്റ്സ് അഗൈൻ ഓപ്പൺ എയർ അല്ലേ. നമ്മുടെ വീട്ടിൽ ടെറസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുറ്റമുണ്ടെങ്കിൽ, ബാക്ക് യാർഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റോഡിലോട്ട് ഇറങ്ങി നടന്നാൽ പോലും നമുക്ക് നല്ല കാഴ്ചകളും നല്ല കണ്ണിന് സുഖം നൽകുന്ന പച്ചപ്പ് കിട്ടുന്ന, അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കി കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ, ഈവനിങ് ഒരു സന്ധ്യ കഴിഞ്ഞിട്ട് സൂര്യാസ്തമയം കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല, തിരിച്ച് ടെറസിലോ മുറ്റത്തോ ഒക്കെ വന്നിട്ട്
എന്താ പറയുക, നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആകാശത്തേക്ക് നോക്കി കുറച്ച് നേരം ഇരുന്നാലും മനസ്സിനൊരു ശാന്തത കിട്ടും. അപ്പോൾ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് നമ്മളെപ്പോഴും നമ്മൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ്. ഇതാരും കൊണ്ട് തരില്ല, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചാൽ മതി. വി ഹാവ് ടു, നമുക്ക് പറ്റണം അത് ചെയ്യാനായിട്ട്. അത്രയും ഒരു എന്താ പറയുക, അത്രയും ഒരു വിൽ പവർ നമ്മൾ കാണിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ വർഷത്തെ റെസൊല്യൂഷനിൽ കൂട്ടിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള പ്രധാന കാര്യം. പിന്നെ ഈ ഭക്ഷണ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, വൈറ്റായിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പോയ്സണാണ്. ദാറ്റ് ഈസ് മൈദ മാവ്, പഞ്ചസാര, പിന്നെ പാലിനെയും കാറ്റഗറൈസ് ചെയ്യാം. അതിൽ പശുവിൻ്റെ പാല് അത്ര ഹെൽത്തി അല്ല എന്നാണ് പറയുന്നത്. പശുവിൻ്റെ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കുന്ന പാലാണ്, നമ്മളത് തട്ടിയെടുത്ത് കഴിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കിയിട്ട് സോയാ മിൽക്ക് ആകാം, അങ്ങനത്തെയൊക്കെ ബദാം മിൽക്ക്, സോയാ മിൽക്ക്, ഇതൊക്കെ നല്ല ഓപ്ഷൻസാണ്. ഈവൻ ഓട്സ് വെച്ചിട്ട് മിൽക്ക് ഉണ്ടാക്കാം, ഓട്സ് പാല്, അത്തരം കാര്യങ്ങളൊക്കെ ഈ വഴിയെ ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ. നാലാമത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ വളരെ നല്ലത്. പക്ഷേ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക, അത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരാളെയും ഉപദ്രവിക്കാൻ പോകരുത്. പണ്ടത്തെ എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. ക്യാരക്ടറിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കാലക്രമേണ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട്, അനുഭവങ്ങൾ കൊണ്ട് എല്ലാവർക്കും വരും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ആരെയും അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോകുന്ന ഒരാളൊന്നുമല്ലായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ വിട്ടുകൊടുക്കുന്നൊരു സ്വഭാവമില്ലായിരുന്നു, ആ ഒരു നേച്ചറല്ലായിരുന്നു. അതിന് എന്നെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയും, അല്ലെങ്കിൽ എന്നെ ഇത് ചെയ്താൽ ഞാൻ തിരിച്ചെന്തെങ്കിലും ചെയ്യും. ആ ഒരു ടിറ്റ് ഫോർ ടാറ്റ് ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് മാറി. അതിലൊന്നും ഒരു അർത്ഥമില്ലാന്ന് എന്താ പറയുക, കാലക്രമേണ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഒരാളോടൊരു വെഞ്ചൻസോ നമ്മളൊരു പ്രതികാര ബുദ്ധിയോടുകൂടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനം പോകുന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ദർ ഇസ് നത്തിങ്, വി ആർ നോട്ട് ഗെയിനിങ് എനിത്തിങ്. അതുകൊണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് വെച്ചാൽ തൽക്കാലം ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷേ ഇൻ ദ ലോങ് റൺ അത് സസ്റ്റെയിൻ ചെയ്യില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ നമുക്കത് തിരിച്ച് ചെയ്യാൻ പറ്റണം എന്നില്ല. പറ്റിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ, ദാറ്റ് ഇസ് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും. അപ്പോൾ വേറൊരാളുടെ പിന്നാലെ നടന്ന് ഉപദ്രവിച്ച് അല്ലെങ്കിൽ പ്രതികാരം ചെയ്ത് അങ്ങനെ നമ്മുടെ സമയവും എനർജിയും കളയാതെ നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ ആയുസ്സിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സൗന്ദര്യത്തിനും ഒക്കെയാണ് ഗുണം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെയും ദ്രോഹിക്കാൻ പോകണ്ട. നമ്മളെ ഒരു പക്ഷേ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നാൽ പോലും നമ്മൾ മൈൻഡ് ചെയ്യാതെ കളയുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് നമ്മളങ്ങ് വിട്ട് കളയുക, നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ പിന്നാലെ പോകണ്ടെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പം നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായം ഉണ്ടാകാം. ആലോചിക്കുക, അത് ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് ചെയ്യുക. എന്തായാലും അങ്ങോട്ട് പോയി ഒഫെൻസീവായിട്ട് ഒരിക്കലും ഡിഫെൻസീവ് ആകുന്നതിനപ്പുറത്തേക്കാണ് ഒഫെൻസീവ് ആകുന്നത്. നമ്മളായിട്ടൊരു പ്രശ്നത്തിന് പോകരുത്. നമുക്ക് ചുറ്റും നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നതും നമുക്ക് ചുറ്റും കാണുന്നത്, ഇപ്പോൾ ന്യൂസ് ചാനൽസ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഈച്ച് ആൻഡ് എവറി. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞാൽ കുറേ ന്യൂസ് ചാനൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഓരോ മൊബൈലും ഒരു ന്യൂസ് ചാനലാണ്. അപ്പോൾ വ്യക്തിപരമായി പറഞ്ഞാൽ ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ആ ഒരു സോഷ്യൽ സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ മോശപ്പെടുത്തി ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് വാർത്തകളുണ്ടാകാം, ഒരുപാട് എന്താ പറയുക, നമുക്ക് പ്രതികരിക്കാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാകും. പ്രതികരണത്തിന് ആവശ്യമുള്ള സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് മാത്രം പ്രതികരിക്കുക. അത് വേറൊരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല. അല്ലാണ്ട് പ്രതികരിച്ചോളൂ നിങ്ങൾക്ക് പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ വഴിയിൽ കൂടെ പോകുന്ന എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറഞ്ഞ് മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പല അഭിപ്രായങ്ങളുണ്ടാകാം. ഞാൻ പറയുകയാണ്, നമ്മൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും. നമ്മളായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക, ആരെയും ഹേർട്ട് ചെയ്യാണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നിടത്തോളം ശ്രമിക്കുക. അത്രേ പറയാൻ പറ്റുള്ളൂ. കഴിയുന്നിടത്തോളം നമുക്ക് ഒരു പരിധി ഉണ്ടാവുമല്ലോ, സംയമനം, കൺട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഒരു കൺട്രോൾ മെക്കാനിസത്തിൻ്റെ മാക്സിമം പോവാം. കൺട്രോളിനപ്പുറം പോയാൽ പിന്നെ നമുക്ക് ആർക്കും പിടിച്ചാൽ നമ്മളെ കിട്ടണം എന്നില്ല. പറഞ്ഞു തരാനേ എനിക്ക് പറ്റുള്ളൂ. അത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ പേഴ്സണലി എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റ്. പിന്നെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ ഒരുപാട് കമൻസിൽ കണ്ടിട്ടുണ്ട്, എനിക്ക് വന്നിട്ടുള്ള ചില വീഡിയോസിൻ്റെ താഴെ വന്ന കമൻസിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ചേച്ചിക്ക് അതൊക്കെ ചെയ്യാമല്ലോ, ചേച്ചിയുടെ പൈസ ഉണ്ടല്ലോ, ചേച്ചിക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, ചേച്ചിക്ക് എന്തും ആകാമല്ലോ, ബിക്കോസ് യു ഹാവ് മണി, അതുകൊണ്ടാവാന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, പൈസ എന്ന് പറയുന്നത് ആരും തരില്ല. ഓക്കെ, ഒരു പക്ഷേ ഞാൻ പൈസ ഉള്ള വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മമാർക്ക് അത്യാവശ്യം പൈസ ഉള്ള സ്ഥലത്ത് എനിക്കൊരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കാം ഞാൻ ജനിച്ചതെങ്കിലും ഞാൻ ആ പൈസയിൽ വളരെ റിലാക്സ് ചെയ്ത് ഒന്നും ചെയ്യാതെ ജീവിച്ച ഒരാളല്ല ഞാൻ. പൈസ ഉണ്ടോ പൈസ ഇല്ലയോ എന്നുള്ളതല്ല, ഞാനൊരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരാളാണ്.
ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അച്ഛനമ്മമാരുടെ പൈസയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല. ഞാൻ അധ്വാനിച്ച് എൻ്റെ കഷ്ടപ്പാടുകളിലൂടെ നിങ്ങൾ കാണുന്നുണ്ടാകാം ഞാൻ ചെയ്യുന്ന വർക്ക് എന്തൊക്കെയാണെന്ന്. എൻ്റെ 24 അവേഴ്സിൽ ഞാൻ ഏകദേശം ഒരു 20 മണിക്കൂറോളം വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ്. 20 അവേഴ്സ് ഞാൻ എൻ്റെ വർക്കിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ എന്നെ ആരും അടിച്ചേൽപ്പിച്ച് ചെയ്യുന്നതല്ല. ഞാൻ എൻജോയ് ചെയ്ത് ഞാനായിട്ട് എടുത്തൊരു ചോയ്സാണ്. എൻ്റെ ഈ ഒരു ഏജിൽ എനിക്ക് എൻ്റെ മക്കളെല്ലാം സെറ്റിൽഡാണ്, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് ജോലി ചെയ്യാതെ ഇരിക്കാം. എനിക്ക് വെറുതെ സിറ്റ് ആൻഡ് റിലാക്സ്, ആ ഒരു അങ്ങനെയും ചെയ്യാം. പക്ഷേ അതല്ല, എനിക്ക് പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പൈസ അല്ല എൻ്റെ ഫോക്കസ്. എൻ്റെ ഫോക്കസ് ഇതിൽ ഇൻസിഡൻ്റലി പൈസ വരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എൻ്റെ ഫോക്കസ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവർക്കും കൂടെ പ്രയോജനമുള്ളതായി മാറുന്ന കാര്യങ്ങളാണെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ മറ്റുള്ളവർക്കും കൂടെ ഗുണം കിട്ടുന്ന കാര്യങ്ങളാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിലും ട്രാവൽ ആണെങ്കിലും ഇതെല്ലാം ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ അതെനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ അതിൽ ഫോക്കസ് ചെയ്യുന്നു. അതിന് ഞാൻ സമയം നോക്കാറില്ല. ബിക്കോസ് എൻ്റെ വർക്ക് എൻ്റെ പാഷനും കൂടി ആയതുകൊണ്ട്. അപ്പോൾ എപ്പോഴും വർക്ക് ഈസ് വർഷിപ്പ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഏത് വർക്ക് ചെയ്താലും അതിൽ 100% ആത്മാർത്ഥതയോടുകൂടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് അതുകൊണ്ട് നിങ്ങളോടും പറയാനുള്ള അത്രേ ഉള്ളൂ. നിങ്ങൾ ഏത് വർക്കാണോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ആരും അടിച്ചേൽപ്പിച്ച ജോലിയല്ല നിങ്ങൾ ചെയ്യേണ്ട. പിന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ജോലി ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ആവണമെന്നില്ല, ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ജോലിയാകാം. പക്ഷേ നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ 100% ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഏത് ജോലി ചെയ്താലും അത് ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ ജോലിയായിട്ടേ തോന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പൈസ എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ പൈസ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് പറഞ്ഞത് സത്യം തന്നെയാണ്. ചേച്ചിക്ക് പൈസ ഉണ്ട്, ചേച്ചിക്ക് ചെയ്യാം. അപ്പോഴും എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. പൈസ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പൈസ ഇല്ലാത്തവനൊന്നുമല്ല, അത് സത്യമാണ്. പണമില്ലാത്തവൻ പിണമാണെന്ന് പറയുന്ന പോലെ പൈസ വേണം, എല്ലാത്തിനും പൈസ വേണം. ഏത് കാര്യത്തിനും കാശുണ്ടെങ്കിലേ കാര്യമുള്ളൂ. കാര്യം നടക്കണമെങ്കിൽ പൈസ തന്നെ വേണം. ഈ പൈസ പക്ഷേ ആരും വെറുതെ തരില്ല. അതിന് നമ്മൾ അധ്വാനിക്കണം. നമ്മളതിന് എന്താണ് മാർഗം എന്നാണ് കണ്ടെത്തേണ്ടത്. ഈ പറയുന്നവർക്ക് എല്ലാവർക്കും പൈസ ഉണ്ടാക്കാം. പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ പാഷൻ, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പൈസ വേണം. ആ പൈസ നമ്മൾ തന്നെ ഉണ്ടാക്കണം, നമ്മൾ കണ്ടെത്തണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലൂടെയും കണ്ടെത്താം, പക്ഷേ സത്യസന്ധമായ മാർഗ്ഗത്തിലൂടെ മാത്രം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹോം ബേക്കേഴ്സ് ധാരാളമുണ്ട്, ഹോം കുക്സ് ഉണ്ട്. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതുവഴി ഭക്ഷണം ചെറിയ രീതിയിൽ 15-20 പേർക്ക് വരെ ഉണ്ടാക്കി കൊടുത്ത് ദിവസവും കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയുണ്ട്. പൊതിച്ചോറ് വിറ്റ് പൈസ ഉണ്ടാക്കാം, കുഞ്ഞു കടകളിലേക്ക് സപ്ലൈ ചെയ്ത് പൈസ ഉണ്ടാക്കാം. ഞാൻ ഭക്ഷണത്തിനെ വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, കോട്ടേജ് ഇൻഡസ്ട്രി പോലെ പല കാര്യങ്ങളും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തയ്യൽ മുതലായ കാര്യങ്ങൾ ഇഷ്ടമുള്ളവർക്ക്, പിന്നെ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ കാര്യങ്ങൾ ഇഷ്ടമുള്ളവർക്ക്, ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് നഴ്സറി പോലെ ഗാർഡൻ ഫ്ലവേഴ്സിൻ്റെ ബിസിനസ് തുടങ്ങാം. പിന്നെ കുഞ്ഞു ചെടികളുടെ ബിസിനസ് തുടങ്ങാം. പിന്നെ കോഴി വളർത്തൽ, കോഴി കുഞ്ഞുങ്ങളെ വിൽക്കൽ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. കോഴിമുട്ട, ഇറച്ചിക്കോഴി, അത്തരം കാര്യങ്ങൾ ചെയ്യാം. പിന്നെ എന്താ പറയുക, ഒരു തുടക്കത്തിലൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റേ വരുള്ളൂ. മാത്രമല്ല ഗവൺമെൻറ് സബ്സിഡീസ് ഉണ്ട്, ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. പിന്നെ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പട്ടികളെ വളർത്താം. അതും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന കാര്യമാണ്. ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. അത് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് വിപുലീകരിക്കാം. പിന്നെ പട്ടികളെ വളർത്തിയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ വിറ്റിട്ട് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യാം. പെറ്റ്സ് കോർണർ, മത്സ്യങ്ങളെ വിൽക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ബിസിനസ് ചെയ്യാം. അങ്ങനെ എത്ര ഓപ്ഷൻസാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മൾ നമ്മുടെ ഓപ്ഷൻ കണ്ടെത്തുക, നമുക്ക് ഏത് പറ്റും അത് ചെയ്യാം. അപ്പോൾ ഏത് ജോലിക്കും ഒരു നാണക്കേടും വിചാരിക്കേണ്ട. എല്ലാ ജോലിയും ഡിഗ്നിറ്റി ഉള്ള ജോലിയാണ്. അതായത് നല്ല ജോലികൾ ഡിഗ്നിഫൈഡ് തന്നെയാണ്. നമ്മൾ വലിയ വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൊരു ഇത് വേണ്ട. നമുക്ക് ഏത് ജോലിയും ചെയ്യാം. ഇപ്പം ഞാൻ ഇന്ന ജോലി ചെയ്യുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ കട്ടായം പിടിക്കുന്ന ഒരാളല്ല. എനിക്കിപ്പോൾ എന്ത് ജോലി ചെയ്യണം, ഞാൻ ഏത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു ഈഗോ ഞാൻ സൂക്ഷിക്കുന്ന ആളല്ല. നമുക്ക് ഇഷ്ടമായിരിക്കണം ആ ജോലി ചെയ്യാൻ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാം, നിങ്ങളുടെ ആഗ്രഹങ്ങളും നടന്നു പോകും. അപ്പോൾ അത് പൈസ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക. ഈവൻ ഹോം ട്യൂഷൻസ് എടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഓൺലൈനായിട്ട് പല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാം. പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പൈസ സേവ് ചെയ്യണം, ആവശ്യത്തിന് മാത്രം അത് ചിലവാക്കുക. അങ്ങനൊരു പ്ലാനും ഉണ്ടാകണം. അപ്പോൾ എപ്പോഴും കുടുംബത്തിനൊരു ബഡ്ജറ്റ് ഉണ്ടാകണം. ഒരാഴ്ചത്തെ മെനു നേരത്തെ തയ്യാറാക്കിയിട്ട് ഒരു കുടുംബ ബഡ്ജറ്റും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പൈസ കറക്റ്റായിട്ടുള്ള രീതിയിൽ ചിലവാക്കാനും പറ്റും, കുറച്ച് മിച്ചം വയ്ക്കാനും പറ്റും. ഇങ്ങനെ മിച്ചം വയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സേവിങ്സ് എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യാനുള്ള പൈസ കണ്ടെത്താനായിട്ട് ആ സേവിങ്സ് ഉപകാരപ്പെടും. അപ്പോൾ യാത്ര ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അടുത്തതായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യണം. ഒരുപാട് ദൂരെയുള്ള എക്സോട്ടിക് പ്ലേസസിൽ എക്സ്പെൻസീവ് യാത്രകൾ വേണമെന്നില്ല. ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പിന്നെ KSRTC തന്നെ ഒരുപാട് ഹോളിഡേ പാക്കേജസ് വളരെ മിതമായ നിരക്കിൽ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ അങ്ങനെ കണ്ടെത്തുക, കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ട് മാറും, അതിൻ്റെയും ഭാഗമാകുക. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക, നല്ല ചിന്തകൾ മാത്രം. ഇതിൽ ഈശ്വരനെ വിട്ടുപോകേണ്ട, ഈശ്വര ചിന്തയും വളരെ നല്ലതാണ്. അതായത് നമ്മൾ ദൈവവിശ്വാസിയാണെങ്കിൽ, അത് ഞാൻ പറഞ്ഞത് എത്തിസ്റ്റുകളോടല്ല ഞാൻ സംസാരിക്കുന്നത്, ദൈവവിശ്വാസമുള്ളവരാണെങ്കിൽ ഞാൻ പറയുക, ഏത് ദൈവം എന്നുള്ളതല്ല, എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഏത് മതമാണോ നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത് അത് വിശ്വസിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. എപ്പോഴും ദൈവത്തിൻ്റെ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതിന് അപ്പുറമാണ് നമ്മളൊരാളെ സഹായിക്കുമ്പോൾ കിട്ടുന്ന ഒരു പുണ്യം. അപ്പോൾ നമ്മൾ വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജോലിയോട് ആത്മാർത്ഥത കാണിക്കുമ്പോഴും ദൈവത്തിന് കൊടുക്കുന്ന ഒരു പൂജ പോലെ തന്നെയാണത്, ആ പ്രാർത്ഥനയാണത്. അപ്പോൾ അങ്ങനെ തന്നെ വിചാരിക്കുക. അപ്പോൾ ദൈവചിന്തകൾ അത് മനസ്സിലുണ്ടാവുക. പിന്നെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമുക്ക് ഇതുവരെ കിട്ടിയ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഗ്രേറ്റ്ഫുൾനെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് ഗ്രേറ്റ്ഫുൾ ആവാത്ത എത്രയോ മക്കളുണ്ട്. നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരോട് ഗ്രേറ്റ്ഫുൾ ആയിരുന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇനിയുള്ള ജനറേഷനെങ്കിലും ഗ്രേറ്റ്ഫുൾ ആകണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഗ്രേറ്റ്ഫുൾനെസ് കാണിച്ചിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒരു താങ്ക് യു എന്നുള്ള കാര്യം പറയാൻ മടിക്കരുത്. ഒരാൾ നമ്മളോടൊരു ഉപകാരം ചെയ്താൽ അവരോട് നന്ദി പറയാനും മടിക്കണ്ട. ഒരു താങ്ക് യു പറഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. അതുപോലെ ഒരു വാക്കാണ് സോറി, ക്ഷമിക്കുക. അത് പറയുന്നതിലും ഒരു മടിയും വിചാരിക്കേണ്ട. അവിടെ ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു സോറി പറയുക. ഒരു നല്ല കാര്യം ആരെങ്കിലും ചെയ്തു തന്നാൽ ഒരു താങ്ക് യു പറയുക. അത്തരം വാക്കുകൾ സായിപ്പിൻ്റെ വാക്കായിരിക്കാം നമ്മൾ കടമെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം വാക്കിലും പറയാം, നന്ദിയുണ്ടെന്ന് പറയാം, നന്ദി എന്ന് പറയാം, അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെയുള്ള ചില വാക്കുകൾ നമ്മുടെ ഡിക്ഷണറിയിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ കുറച്ച് മങ്ങി തുടങ്ങി, സൂര്യൻ അസ്തമിച്ചു. ഇനിയിപ്പോൾ കാണുന്നത് ഒരു ട്വിലൈറ്റാണ്, സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രകാശം മാത്രമാണ്. ഇടയ്ക്ക് വെച്ച് കുറച്ചുകൂടി മങ്ങിയിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് പെട്ടെന്ന് ആ മേഘം ഒന്ന് മാറിയതുള്ളൂ. ഇടയ്ക്ക് ഒരു മൂടിക്കെട്ട് പോലെ വന്നിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ലൈറ്റ് ഇച്ചിരി കൂടെ ഒന്ന് മങ്ങിയിരുന്നു. എന്നാലും എനിക്കിനി അധികം നേരം ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല, കാര്യം നേരെ ഇരുട്ടി തുടങ്ങി. അപ്പോൾ നല്ല ഒരു പുതുവത്സര ആശംസ ഞാൻ നൽകുകയാണ്. ഒരു ഹാപ്പി ന്യൂ ഇയർ 2024 നമ്മൾ സന്തോഷത്തോടു കൂടി വരവേൽക്കുക. അപ്പോൾ എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയും പോയിൻറ്റ്സ് പറഞ്ഞു. ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. നിങ്ങളുടെ റെസൊല്യൂഷൻസ്, ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട്, ന്യൂ ഇയറിൽ നിങ്ങളെടുക്കുന്ന ഈ പുതുവത്സരത്തിൽ നിങ്ങളെടുക്കുന്ന പ്രതിജ്ഞകളുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റമാണ് നിങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരുപാട് പോയിൻറ്റ്സ് വേറെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പോയിൻറ്റ്സും പറയുക. നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. ഓരോരുത്തരും കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാകും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നും കൂടി പറയുക. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും പറയുക. ഓക്കെ, ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ചെയ്യാം. ഞാനും കുറച്ച് റെസൊല്യൂഷൻസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളുമായിട്ട് ഇനിയും. അപ്പോൾ നമ്മളിപ്പോൾ 4 വർഷമായി പരസ്പരം കാണുന്നു, മിണ്ടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ലെങ്കിലും നമ്മളൊരു ഫാമിലി പോലെ പരസ്പരം ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ യൂട്യൂബ് ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ 2 ഫാമിലി, LN വ്ളോഗ്സ് ആൻഡ് ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്, ഇത് രണ്ടും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ചാനൽസാണ്. ആ ഒരു ഫാമിലി എന്ന് പറയുമ്പോഴും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ്. പരസ്പരം കണ്ടില്ലെങ്കിലും ഒരുപാട് പേരുകൾ എനിക്ക് ഫെമിലിയറാണ് ഈ കമൻറ്റ് ബോക്സിൽ വരുമ്പോൾ. അപ്പോൾ പിന്നെ പുറത്ത് വെച്ച് കാണുമ്പോൾ, വഴിയിൽ കാണുമ്പോൾ, എവിടെയെങ്കിലും യാദൃശ്ചികമായി കാണുമ്പോൾ ഒക്കെ എല്ലാവരും വന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, കുറേ പൈസകൾക്കപ്പുറമാണ്, കാശിനൊക്കെ അപ്പുറമാണ്, അവാർഡുകൾക്കപ്പുറമാണ്. അത് എന്താ പറയുക, മനുഷ്യനെ സ്നേഹിക്കുന്നത് പോലെ അത്രയും ഒരു സന്തോഷം വേറെ ഒന്നിനും ഉണ്ടാവില്ല. ആ ഒരു ആത്മാർത്ഥമായിട്ട്, അത് നമുക്കറിയാം, ആ വർത്തമാനം കേൾക്കുമ്പോൾ അറിയാം, അത് ആത്മാർത്ഥമായിട്ട് വെറുതെ സുഖിപ്പിക്കാൻ പറയുന്നതല്ല, സീരിയസ് ആയിട്ട് വന്ന് അത്രയും സ്നേഹത്തോടു കൂടി, അഫെക്ഷനോടു കൂടി തന്നെയാണ് പറയുന്നത്. അതെല്ലാം എനിക്ക് ഒരുപാട് പ്രചോദനം നൽകുന്ന കാര്യങ്ങളാണ്, എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നതും എൻ്റെ എനർജി എന്ന് പറയുന്ന മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സന്തോഷത്തോടുകൂടി, ഒരു പുഞ്ചിരിയോടുകൂടി 2024 വരവേൽക്കുക. നമ്മൾ ഇനിയും LN വ്ളോഗ്സിലൂടെയും ലക്ഷ്മി നായർ ട്രാവൽ വ്ളോഗ്സിലൂടെയും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടി ഉണ്ടെങ്കിൽ ഇനിയും നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി തരാൻ സാധിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി ഞാനും ഈ 2024 വരവേൽക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവത്സരാശംസകൾ. വെരി ഹാപ്പി ന്യൂ ഇയർ 2024. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.